DGP സെൻകുമാറിൽ നിന്ന് രക്ഷ തേടി IPS ഉദ്യോഗസ്ഥൻ രംഗത്ത്. തന്നെ രക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് വി ഗോപാലകൃഷ്ണൻ IPS ആഭ്യന്തരമന്ത്രിക്ക് കത്ത് കൈമാറി. മന്ത്രി ഇടപെട്ടിട്ടില്ലെങ്കിൽ കേരള ചരിത്രത്തിൽ ഉണ്ടാകാത്തതുണ്ടാകുമെന്ന് കത്തിൽ മുന്നറിയിപ്പ് നൽകുന്നു. കത്തിന്റെ പകർപ്പ് പീപ്പിൾ TV പുറത്തുവിടുകയാണ്. ഇതാണ് ആ കത്ത്. വളരെ അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെട്ടില്ല എങ്കിൽ കേരളം ഇതുവരെ കാണാത്ത തരത്തിലുള്ള കാര്യങ്ങളാകും ഇനി കാണേണ്ടി വരിക എന്ന മുന്നറിയിപ്പാണ് IPS ഉദ്യോഗസ്ഥനായ വി ഗോപാലകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. വിവരങ്ങളുമായി സജേഷ് ചേരുന്നുണ്ട്. സജേഷ്, ഒരുപക്ഷെ നമുക്കറിയാം സെൻകുമാറുമായി ബന്ധപ്പെട്ട് തന്നെ വലിയ തർക്കങ്ങൾ, ഉദ്യോഗസ്ഥർ തമ്മിൽ തന്നെ വലിയ വാക്ക് തർക്കങ്ങൾ അത്തരത്തിലൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇങ്ങനെ തന്നെ രക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ആഭ്യന്തരമന്ത്രിയെ സമീപിക്കേണ്ടി വന്ന ഒരു IPSകാരന്റെ അവസ്ഥ. എന്തൊക്കെ കാര്യങ്ങളാണ് ലെറ്ററിൽ പറയുന്നത്? ഈ സാഹചര്യത്തെക്കുറിച്ച് എന്താണ് അറിയാൻ കഴിയുന്നത്? സൗമ്യ, പോലീസ് തലപ്പത്ത് തന്നെ വലിയ തർക്കം സെൻകുമാറിനെതിരെ ഉടലെടുക്കുകയാണ്. അതിൻ്റെ തുടർച്ച കൂടിയാണ് ഗോപാലകൃഷ്ണൻ IPSന്റെ കത്ത്. സംസ്ഥാന പോലീസ് ചീഫിനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് ഒരു IPS ഉദ്യോഗസ്ഥൻ ആഭ്യന്തരമന്ത്രിക്ക് കത്ത് നൽകുന്ന അസാധാരണ സാഹചര്യം കൂടി ഇവിടെ നിലനിൽക്കുന്നു. 18 വർഷമായി തന്നെ നിരന്തരമായി സെൻകുമാർ വേട്ടയാടുന്നു. ഇനി ഇത് അനുവദിച്ചു കൊടുക്കാനാകില്ല. കള്ളക്കേസുണ്ടാക്കി അറസ്റ്റ് ചെയ്യാനാണ് ശ്രമം. ദുഷ്ടലാക്കോടെ സെൻകുമാർ പ്രവർത്തിക്കുന്നു. അതിൻ്റെ തെളിവുകൾ ഓരോന്നും വിശദമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ കത്ത് ആഭ്യന്തരമന്ത്രിക്ക് കൈമാറിയിട്ടുള്ളത്. ഇനിയും നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ സംസ്ഥാന പോലീസിന്റെ ചരിത്രത്തിൽ കാണാത്ത തരത്തിൽ ഉള്ള നടപടികളായിരിക്കും ഇനി സെൻകുമാർ ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ ഉണ്ടാകുക എന്നും ഗോപാലകൃഷ്ണന്റെ കത്തിൽ പറയുന്നു. കത്തിൽ വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് സെൻകുമാറിനെതിരെ ഉന്നയിച്ചിട്ടുള്ളത്. ഞാൻ ആ കത്ത് വായിക്കാം. Mr. TP Senkumar IPS is going unbridled and unquestioned by persecuting officers like me for the past many years. I have no one else to turn on except doing this by appealing earnestly so as to save me from his wicked designs which he has been doing in the last 18 years എന്നാണ് കത്തിന്റെ തുടക്കം. അതിൽ sir, you may please treat this as my SOS before allowing to happen the worst ever as well as detrimental incidents in the history of Kerala state എന്നീ കത്തിൽ പറയുന്നു. SOS എന്ന വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളത്. കപ്പൽ കടലിലേക്ക് മുങ്ങിപ്പോകുമ്പോൾ കപ്പിത്താന്മാർ പ്രാർത്ഥിക്കുന്ന വാക്കാണ് സേവ് അവർ സോൾ. ആ വാക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കത്ത് ഗോപാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിക്ക് കൈമാറിയിട്ടുള്ളത്. ഇന്ന് രാവിലെയാണ് കത്ത് കൈമാറിയത്. സൗമ്യ. സജേഷ്, ഏതായാലും നമ്മളോടൊപ്പം ഇപ്പോൾ ശ്രീ വി ഗോപാലകൃഷ്ണൻ IPS തന്നെ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ വി ഗോപാലകൃഷ്ണൻ, താങ്കളുടെ കത്ത് വായിക്കുകയുണ്ടായി. ഈ കത്ത് എഴുതാനിടയാക്കിയ ഒരു സാഹചര്യം എന്താണ്? ഒരു പോലീസ് 35 വർഷം സർവീസിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിലും ബേസിക്കലി ഞാൻ ഒരു പച്ചയ മനുഷ്യനാണ്. ഈ ഒരു മനുഷ്യൻ ക്ഷമിക്കുന്നതിനും എല്ലാം അതിലുണ്ട്. എന്നെ 18 വർഷമായിട്ട് ഇയാൾ എന്റെ പുറകെ നടന്ന് എന്നെ ഉപദ്രവിക്കുകയായിരുന്നു. ഞാനിത് പല ഫോറത്തിലും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ ഹോം സെക്രട്ടറി, അഡീഷണൽ ചീഫ് സെക്രട്ടറി, ചീഫ് സെക്രട്ടറി, ഹോം മിനിസ്റ്റർ, CM, കോടതി, ഇവിടെ എല്ലായിടത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇയാൾ എന്റെ പുറകെ നടന്ന് ഉപദ്രവിക്കുകയാണ്, ഇത് ഹോൾട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് യാതൊരു വിശേഷവും ഇല്ല. ഇപ്പൊ ഇയാൾ എന്റെ പുറകെ നടന്ന് എന്റെ പുറത്തൊരു കള്ള FIR എടുത്ത് എന്നെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമാണ്. അത് കോടതിയുടെ മുമ്പാകെ പെൻഡിങ് ആയിട്ടുള്ളൊരു വിഷയമാണ്. അദ്ദേഹം കോടതിയെ നോക്കുകുത്തിയാക്കി ട്രിവാൻഡ്രം സിറ്റി പോലീസ് കമ്മീഷണറെ കൊണ്ട് ഭീഷണിപ്പെടുത്തി എന്റെ പുറത്തൊരു FIR എടുത്ത് എന്നെ അറസ്റ്റ് ചെയ്യാനാണ് അദ്ദേഹത്തിന്റെ നീക്കം. ഞാൻ അദ്ദേഹത്തിനെതിരായിട്ട് ഏകദേശം 18ഓളം പെറ്റീഷൻസ് കൊടുത്തിട്ടുണ്ട്. പല സ്ഥലത്തായിട്ട് 18ഓളം പെറ്റീഷൻസ്. CM-നടക്കം CM-ന് കൊടുത്തിട്ടുണ്ട്, HM-ന് കൊടുത്തിട്ടുണ്ട്, എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. അല്ല, താങ്കൾ ഈ ലെറ്ററിൽ തന്നെ പറയുന്നുണ്ട് നിയന്ത്രിക്കാൻ ആരുമില്ലാത്ത രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ പെരുമാറ്റം. അദ്ദേഹത്തെ ആരും നിയന്ത്രിക്കാനില്ല. ഈ CM-നെ സമീപിച്ചപ്പോഴൊക്കെയും ഈ ഒരു സമീപനം തന്നെ ആയിരുന്നു. CM-ന് ഞാൻ HM-ന് കൊടുത്തിട്ടുണ്ട്, ചീഫ് സെക്രട്ടറിക്ക് കൊടുത്തിട്ടുണ്ട്. അല്ല, അപ്പോഴൊക്കെ ഉണ്ടായിരുന്ന ഒരു സമീപനം എങ്ങനെയാണ്? അവരുടെ ഒരു സമീപനം എങ്ങനെയാണ്? അല്ല, അവര് നടപടിയെടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം ഞാൻ പറഞ്ഞിരിക്കുന്ന കറക്റ്റാണ്. അൺബ്രൈഡൽഡ് ആൻഡ് അൺക്വസ്റ്റ്യൻഡ്. എനിക്ക് ആരും ഒരു വിഷയമല്ല, എനിക്ക് ഇഷ്ടമുള്ള ഞാൻ ചെയ്യും എന്നുള്ള ഇതിലാണ് അങ്ങനെ ചെയ്യുന്നത്. ഇടയ്ക്ക് അങ്ങനെ പോലീസ് അസോസിയേഷൻ നേതാവ് GR അജിത്തിനെ എന്റെ ഓഫീസിൽ പറഞ്ഞയച്ച ഒരു ഗുണ്ടയെ പോലെ എന്നെ അടിക്കാൻ ശ്രമിച്ചു, അസോൾട്ട് നടത്താൻ ശ്രമിച്ചു. TV-ലൊക്കെ അത് വന്നതാണ്. അതിന്റെ ഒരു ക്രൈം കേസ് എടുത്തിട്ടുണ്ട്. അതിനൊന്നും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇദ്ദേഹം ആ ക്രൈം കേസിന്റെ പുറത്ത് ബ്രൂഡോട് ചെയ്തിരിക്കുകയാണ്, അടയിരിക്കുകയാണ്. 18 വർഷമായിട്ട് തങ്ങളെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുകയാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ കേസ് ഉൾപ്പെടെയുള്ള എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ കുൽസിത പ്രവൃത്തികളാണ് സെൻകുമാർ ചെയ്തിട്ടുള്ളത്?
എന്റെ പുറത്ത് ഞാൻ പോലീസ് ട്രെയിനിങ് ആരും പോകാത്തൊരു സ്ഥലമാണ് പോലീസ് ട്രെയിനിങ് കോളേജ് പ്രിൻസിപ്പൽ. ഞാൻ പോലീസ് ട്രെയിനിങ് കോളേജ് പ്രിൻസിപ്പലായിട്ട് വന്ന അന്ന് തൊട്ട്, അതിന് മുന്നേ എനിക്ക് ഉപദ്രവമുണ്ട്, പക്ഷെ പ്രത്യേകിച്ച് പോലീസ് ട്രെയിനിങ് കോളേജ് പ്രിൻസിപ്പലായിട്ട് വന്ന അന്ന് തൊട്ട് എനിക്കെതിരായിട്ട് മീഡിയ, ഇലക്ട്രോണിക് മീഡിയ, പ്രിന്റഡ് മീഡിയ, അവിടെ എല്ലാം എനിക്കെതിരായിട്ട് അസത്യമായ വാർത്തകൾ കൊടുക്കുക. പ്രത്യേകിച്ച് ആറ്റുകാൽ പൊങ്കാലയായിട്ട് ബന്ധപ്പെട്ട് എന്നെ 24 മണിക്കൂർ എന്നെ ലംബാസ്റ്റ് ചെയ്തു. അതൊന്ന്. പിന്നെ എന്റെ പുറത്ത് വിജിലൻസിനെ കൊണ്ടുവന്ന് അവിടെ എൻക്വയറി നടത്തിച്ചു, 2 എൻക്വയറി വിജിലൻസ്. പിന്നെ ഫൈനാൻസിന്റെ സ്പെഷ്യൽ ഓഡിറ്റ് വിങ്ങിനെ കൊണ്ടുവന്ന് അവിടെ ഓഡിറ്റ് നടത്തിച്ചു എന്നെ പിടിക്കാനായിട്ട്. അത് കഴിഞ്ഞിട്ട് AGSന്റെ സ്പെഷ്യൽ ഓഡിറ്റുകാരെ കൊണ്ടുവന്ന് അവിടെ ഓഡിറ്റ് നടത്തിച്ചു. അപ്പൊ എനിക്ക് അവസാനം സഹിക്കുക വയ്യാതെ ഞാൻ വല്ല കടുങ്കയ്യോ ചെയ്തു പോകും എന്ന് പേടിച്ച് ഞാൻ അവിടുന്ന് സ്ഥലം വിടുകയായിരുന്നു. അങ്ങനെയാണ് ഞാൻ ദേവസ്വം ബോർഡിൽ അഭയം പ്രാപിച്ചത്. ഈവൻ ഞാൻ ഹൈക്കോടതിയാണ് എന്നെ എടുത്തതെങ്കിൽ, ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ എടുത്തെങ്കിൽ, ഈവൻ ഹൈക്കോടതിയിൽ വരെ ഇദ്ദേഹം ബിനാമിയിലായിട്ടുള്ള ആളുകളെ അവിടെ വിളിച്ചു നിർത്തി എനിക്കെതിരായിട്ട് ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഞാൻ പെറ്റീഷനുകളിലെല്ലാം ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്, പല ഫോറത്തിലും ഞാൻ പരാതിപ്പെട്ടിട്ടുണ്ട്. അതായത് അവിടെ പോലും ശ്രീ സെൻകുമാറിനെ സഹായിക്കാനുള്ള ആളുകളുണ്ട്. എവിടെ പോലും അല്ല, താങ്കൾ കോടതിയെ സമീപിക്കുന്ന ഘട്ടത്തിൽ പോലും പല മേഖലകളിലും ഉദ്യോഗസ്ഥ കോടതിയിലെ അങ്ങ് അദ്ദേഹത്തിനെ ആരും സഹായിക്കാനില്ല. കോടതിക്ക് മനസ്സിലായി ഇയാള് ചെയ്തത് മുഴുക്ക കള്ളമാണെന്ന് മനസ്സിലായി. എന്നിട്ട് കോടതി അദ്ദേഹത്തിനെതിരായിട്ട് സ്ട്രിക്ചർ പുറപ്പെടുവിച്ചു. എന്നിട്ട് ആ സ്ട്രിക്ചറിന്റെ പുറത്തും പോലും ഇയാളുടെ പുറത്ത് നടപടിയില്ല. ഇപ്പൊ വേറെ വല്ല പോലീസ് ഉദ്യോഗസ്ഥന്മാരും സ്ട്രിക്ചറിന്റെ ബേസിൽ എന്തെല്ലാം വിഷയങ്ങളുണ്ടാവും. സാധാരണ നടപടികൾ ഉണ്ടാകേണ്ടതാണ്. പക്ഷെ ആ ഒരു ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ ചോദിച്ചു, ഇതുപോലുള്ള ഡോക്യുമെന്റ്സ്, ഹൈലി കോൺഫിഡൻഷ്യൽ ഡോക്യുമെന്റ്സ് എങ്ങനെയാണ് ഇത് വെളിയിൽ വരുന്നത്? അത് സെൻകുമാർ കൊടുത്തതാണ്, TP സെൻകുമാർ കൊടുത്തതാണ് വെളിയിൽ. ഞാനത് എല്ലായിടത്തും ഞാൻ എഴുതി അറിയിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ക്ഷമിച്ച് ഭൂമിയോളം താഴോട്ട് പോകുമ്പോൾ ഇയാൾ കൂടുതൽ ഇങ്ങനെ കയറി നമ്മൾ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞാനും ഒരു കുടുംബമായിട്ട് കഴിയുന്നതല്ലേ. പിന്നെ ഞാനൊരു അഴിമതിക്കാരനോ ഞാൻ ഒരു അട്രോസിറ്റി ഒന്നും ചെയ്തിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനല്ല. പക്ഷെ അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള വലിയ രീതിയിലുള്ള ഒരു പ്രചാരണം നടന്നിട്ടുണ്ട്. ഇതിനു മുമ്പ് നടന്നിട്ടുള്ള സംഭവങ്ങൾ അങ്ങനെയാണ്. പകയുള്ള ഒരു മനുഷ്യനാണ്. പക ഈസ് ടീമിംഗ് വിത്ത് വെൻഡറ്റ അഗൈൻസ്റ്റ് ഹിസ് അഡ്വൈസറീസ്. അതാണ് അദ്ദേഹത്തിന്റെ സ്വഭാവം. അതിന് സ്ഥായിയായിട്ടുള്ള ഒരു കാരണം എന്താണ്? എപ്പോൾ തൊട്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം തുടങ്ങിയത്? ഇത് ഒരു മർഡർ കേസ് 98 ഞാൻ അന്വേഷിച്ചിരുന്നു. അത് മർഡർ ആയിരുന്നു, ഹോമിസൈഡ് ആയിരുന്നു. അതെവിടെ അന്ന് ഒരുപാട് മീഡിയയൊക്കെ കവർ ചെയ്തതാണ്. അത് ഇദ്ദേഹം പറഞ്ഞത് സൂയിസൈഡ് ആണെന്ന്. അവസാനം ഞാനത് എന്റെ കേസ് ഡയറിയിൽ ഞാൻ എഴുതി വെച്ചു. എന്റെ മനസാക്ഷിക്കെതിരായിട്ട് എന്നെ കേസ് അന്വേഷിപ്പിക്കാൻ ഈ ഇദ്ദേഹത്തിന്റെ കൂടെ ഉള്ളവർ നിർബന്ധിക്കുകയാണ്. രാജേന്ദ്രൻ കാണി മർഡർ കേസ്. അപ്പൊ അതിന് ഞാൻ സൂയിസൈഡ് ആക്കാൻ വിസമ്മതിച്ചുകൊണ്ട് ഇങ്ങനെക്കെതിരായിട്ട് കേസ് ഡയറി എഴുതിയോണ്ടും എന്നെ അന്ന് തൊട്ട് വേട്ടയാടുകയാണ്. ഈ ഡോക്ടർമാരുടെ സമരം, മെഡിക്കൽ സമരമായിട്ട് ബന്ധപ്പെട്ട ഡോക്ടർമാർ ഒരു ഹെപ്പറ്റൈറ്റിസ് B പേഷ്യന്റിനെ അടിച്ചിരുന്നു, മർദ്ദിച്ച് അവശരാക്കി. പോലീസുകാരനെ ഓടിച്ചു. പിന്നെ പ്രിൻസിപ്പലിനെ ആക്രമിച്ചു. പിന്നെ ഒരു രോഗിയുടെ അമ്മയുടെ അടിവയറ്റിൽ ചവിട്ടി ഡെഫിക്കേറ്റ് ചെയ്യിപ്പിച്ചു. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ 14 ഡോക്ടർമാരെ അറസ്റ്റ് ചെയ്തു. അതിൽ ഒരു ഡോക്ടറെ ഇയാൾ റാഞ്ചി എടുത്ത്, മാത്യു ബ്രഹാം എന്ന് പറഞ്ഞ ആ ഡോക്ടറെ റാഞ്ചി എടുത്ത് അന്ന് തൊട്ട് ആ ഡോക്ടറെ വെച്ച് എന്നെ പണിയാൻ എന്റെ പുറത്ത് FIR എടുത്തു ക്രൈംബ്രാഞ്ച്. എന്നെ അറസ്റ്റ് ചെയ്യാൻ വന്നു. ഞാൻ പിന്നെ ഹൈക്കോടതി ഇപ്പൊ ആന്റിസിപ്പേറ്ററി ബെയിലാണ് ഞാൻ അന്ന് എന്നെ അറസ്റ്റ് ചെയ്ത് രക്ഷപ്പെട്ടു. അത് കഴിഞ്ഞ് ആ കേസ് കളവാണെന്ന് DGP രാമൻ സാറിന്റെ നേതൃത്വത്തിൽ, MJ രാമൻ സാറിന്റെ നേതൃത്വത്തിൽ കണ്ടെത്തി. അത് കഴിഞ്ഞിട്ട് എന്നെ ഇയാളെ കൊണ്ട് പ്രൈവറ്റ് കംപ്ലൈന്റ് എടുപ്പിച്ചു. അങ്ങനെ 18 വർഷമായിട്ട് എന്റെ പുറകെ നടക്കുക. പിന്നെ അല്ലാതെ ഇപ്പൊ DGP ആയി വന്ന ശേഷം ഭയങ്കരമായ ഹരാസ്മെന്റ് ആയിട്ടുണ്ട്. ഒരു വിധത്തിനും സഹിക്കാൻ പറ്റാത്ത രീതിയിൽ. ഇതെല്ലാം ഞാൻ പെറ്റീഷൻ എഴുതി ഞാൻ ഇത് മുകളിലുള്ള എല്ലാവരും അറിയിച്ചിട്ടുണ്ട്. ഈ സംഭവങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത് പല കേസുകളുടെയും അടിസ്ഥാനത്തിലായിരുന്നു താങ്കളെ ഇങ്ങനെ പേഴ്സണലി ആയാലും ഒക്കെ തന്നെ അറ്റാക്ക് ചെയ്യുന്ന ഒരു ശ്രമം ഉണ്ടായിട്ടുള്ളത്. എങ്ങനെയാണ് കരുതുന്നത്? ഈ കേസുകളിൽ എടുത്തൊരു നിലപാട് കൊണ്ട് മാത്രമാണെന്ന് തന്നെയാണോ കരുതുന്നത്? കേസുകൾ ഇദ്ദേഹത്തെ എനിക്ക് യാതൊരു പരിചയമില്ല. 98 വരെ അദ്ദേഹത്തിന് എന്നെയും പരിചയമില്ല. ഞാൻ പിന്നെ ഇത് വെളിയിലെ യൂണിവേഴ്സിറ്റിയിൽ 5 വർഷം ലീവ് എടുത്ത് ഞാൻ പഠിക്കാൻ പോയ ആളാണ്. ഞാൻ എന്റെ അച്ഛനെ ചികിത്സിക്കാനായിട്ട് ഞാൻ മടങ്ങി വന്ന 6 മാസത്തെ ഇതിന് ഞാൻ മെഡിക്കൽ കോളേജ് CA ആയിട്ട് ഞാൻ പോയതാണ്. ഞാൻ ഡിസംബർ മാസത്തിൽ 98 ഞാൻ തിരിച്ചു മടങ്ങേണ്ടതാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ എന്നോട് ദേഷ്യം വന്നിട്ട് എന്റെ ആ പഠിത്തം എന്നെ മുടങ്ങിച്ചു. 5 വർഷത്തെ ലീവും മുടങ്ങിച്ചു. എനിക്ക് തിരിച്ച് ആ യൂണിവേഴ്സിറ്റി ജോയിൻ ചെയ്യാൻ പറ്റില്ല. എന്നെ വസ്തു പണയം വെച്ചിട്ടുള്ള ലോണെല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു. എനിക്ക് തിരിച്ചടക്കേണ്ടി വന്നു.
എന്നെ വിട്ടില്ല. അങ്ങനെ ഞാൻ ഈ ഡിപ്പാർട്ട്മെന്റിൽ കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നു. അന്ന് തൊട്ട് ഈ മർഡർ കേസിന്റെ വിഷയത്തിലാണ്. പിന്നെ ഒരുപാട് വിഷയങ്ങളൊന്നും. പിന്നെ ഞങ്ങൾ മനുഷ്യാവകാശ കമ്മീഷനിൽ ഒരുമിച്ച് ജോലി ചെയ്തു. അവിടെ വെച്ച് വീണ്ടും യുദ്ധമായി, വീണ്ടും എന്നെ ഉപദ്രവിച്ചു. വീണ്ടും അന്നത്തെ ലോ മിനിസ്റ്റർ അദ്ദേഹം ഇതിനകത്ത് ഇടപെട്ടു. ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ചെയർമാൻ ഇടപെട്ടു. എന്നിട്ട് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ചെയർമാൻ ഇദ്ദേഹത്തിനെതിരായിട്ട് നിശ്ചിതമായി സ്ട്രിക്ചർ പാസ്സാക്കി. ഗോപാലകൃഷ്ണനെ പീഡിപ്പിക്കുകയാണെന്ന് അന്നത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ സ്ട്രിക്ചർ ഇറക്കിയിട്ടുണ്ട്. പിന്നെ ഈ ഇങ്ങനെ ഉപദ്രവങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പ്രത്യേകിച്ച് ഇയാൾ ADGP ഇന്റലിജൻസ് ആയി വന്ന ശേഷമാണ് ഇങ്ങനെ വളരെ പവർഫുൾ പോസ്റ്റിലാണ് വന്നത്. അവിടെ വന്ന ശേഷം എനിക്കെതിരായിട്ട് ഇംഗ്ലീഷിൽ പറഞ്ഞ ഇൻസസന്റ് അറ്റാക്കാണ്. ഇൻസസന്റ് അറ്റാക്ക്. ഇത് വേറെ ആരെങ്കിലും എന്നെ സൂയിസൈഡ് ചെയ്തേനെ. യെസ്, തങ്ങളിലേക്ക് എത്താം. അതിലിപ്പം നമ്മൾ ശ്രീ DGP സെൻകുമാറിനെ ടെലിഫോൺ ലൈനിൽ ബന്ധപ്പെട്ടിരുന്നു. ഈ വിഷയത്തിൽ അദ്ദേഹം പ്രതികരിക്കുന്നില്ല എന്നാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. യെസ്, ആരെങ്കിലും എന്തെങ്കിലും വട്ടത്തരമൊക്കെ പറഞ്ഞാൽ അതിൽ പ്രതികരിക്കാനല്ല താൻ ഇവിടെ ഇരിക്കുന്നത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ഏതായാലും ശ്രീ ഗോപാലകൃഷ്ണൻ, ഇവിടെ താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പോഴായാലും സമീപകാലത്തായാലും സെൻകുമാറിന്റെ വിഷയത്തിൽ വലിയ രീതിയിലുള്ള പരാതിയുണ്ട്. പരസ്യമായി പോലും വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങളൊക്കെ VS പോലും ഉന്നയിക്കുന്ന ഒരു ഘട്ടം പോലും നമ്മൾ കണ്ടതാണ്. ഇപ്പോഴത്തെ ഒരു സാഹചര്യം എങ്ങനെയാണ്? ഒരുപക്ഷെ ഇത്തരം ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെയാണോ പ്രോസിക്യൂട്ട് ചെയ്യണം എന്നൊരാവശ്യം പോലും താങ്കൾ ഉന്നയിക്കുന്നത്? ചോദിച്ചു, എനിക്കെതിരായിട്ട് ഇലക്ട്രോണിക് മീഡിയയിൽ എന്നെ ലംബാസ്റ്റ് ചെയ്തു, എന്നെ ഡിഫൈൻ ചെയ്തു, എന്നെ ടാർണിഷ് ചെയ്തു. അതിനൊക്കെ അഗൻസ്റ്റ് ആയിട്ട് എനിക്ക് മീഡിയ ഫേസ് ചെയ്യണം, മീഡിയ എടുത്ത് എനിക്ക് സംസാരിക്കാനുണ്ട്, അതിന് സാങ്ഷൻ തരണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ പോയി. പക്ഷെ എനിക്ക് ഇതുവരെ ഒന്നും കിട്ടിയില്ല. അദ്ദേഹത്തിന് അത് അങ്ങനെ വരുമ്പോ അദ്ദേഹത്തിന് കൂടുതൽ കോൺഫിഡൻസ് ആണ് എന്നെ അറ്റാക്ക് ചെയ്യാനായിട്ട്. ഇപ്പൊ അദ്ദേഹം എന്റെ ഒരു സോഴ്സ് പറയുന്നത് അദ്ദേഹം വിശ്വസിക്കുന്നു 2-3 മാസത്തിനകത്ത് അദ്ദേഹത്തെ മാറ്റും. അതിനു മുമ്പ് എന്നെ റെഡിയാക്കിയിട്ട് മതി ബാക്കി കാര്യം എന്നുള്ളതാണ് അദ്ദേഹം ആലോചിക്കുന്നത്. അതിനാണ് ഇപ്പൊ ഈ 11th അവറിൽ ഒരു FIR കുക്കപ്പ് ചെയ്ത് എന്നെ അറസ്റ്റ് ചെയ്ത് എന്നെ ജയിലിൽ അയച്ച് അവിടെയുള്ള ക്രിമിനൽസിനെ കൊണ്ട് എന്നെ 2 തട്ടിക്കാനാണ് നോക്കുന്നത്. ഇത് അദ്ദേഹം 99-ൽ ചെയ്തതാണ്. ഞാൻ അന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ച് ആന്റിസിപ്പേറ്ററി ബെയിൽ വാങ്ങിച്ചു. അന്ന് ഞാൻ രക്ഷപ്പെട്ടു. ഇപ്പൊ അദ്ദേഹം വേറൊരു FIR കൊണ്ടുവരികയാണ്. കമ്മീഷണറെ തറയിൽ നിർത്താതെ കമ്മീഷണറെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കമ്മീഷണർ എന്റെ അടുത്ത് പറഞ്ഞു, ടെലഫോണിൽ പറഞ്ഞു, എനിക്ക് ഉറക്കമില്ല, എനിക്കിവിടെ ഇരിക്കാൻ നിവൃത്തിയില്ല എന്ന് കമ്മീഷണർ പറഞ്ഞു. അതായത് ഒരുപക്ഷെ താങ്കൾക്ക് മാത്രമല്ല പല ആൾക്കാർക്കും ഇത്തരമുള്ള പ്രശ്നങ്ങൾ ഉള്ളതായി പ്രത്യക്ഷത്തിലായാലും പരോക്ഷമായാലും ഒക്കെ വലിയ പരാതി നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഒരു നിലപാട് താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ ഇനി 3 മാസത്തിന് ശേഷം ഈ പൊസിഷനിൽ ഉണ്ടാകില്ല എന്ന ഒരു വിചാരം അല്ലെങ്കിൽ ആ വിധത്തിലുള്ള ഒരു തീരുമാനം അദ്ദേഹത്തിന് മുൻപിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ താങ്കൾ അടക്കമുള്ള അദ്ദേഹത്തിന് വൈരാഗ്യമുള്ളവർക്കെതിരായി ഇത്തരത്തിൽ എളുപ്പത്തിൽ എന്തൊക്കെ ചെയ്യാമെന്നുള്ള കാര്യങ്ങൾ ചെയ്യുന്നുവെന്നാണോ? അതെ. ഈ ഞാൻ 35 കൊല്ലം സർവീസ് ഉണ്ട്. അദ്ദേഹം 1983 ബാച്ച് IPS ആണ്. എനിക്ക് IPS ഇല്ല. പക്ഷെ ഞാൻ 1981 ഈ പോലീസിൽ ചേർന്നതാണ്. അപ്പൊ അദ്ദേഹത്തിനേക്കാളും ഞാൻ സർവീസിൽ സീനിയറാണ്. കൂടുതൽ വർഷം ഞാൻ സർവീസിൽ പുട്ടിൻ ചെയ്തതാണ്. എന്റെ ഒരു അസസ്മെന്റില് എല്ലാ മനുഷ്യർക്കും തെറ്റുകുറ്റങ്ങളുണ്ട്. എനിക്കുമുണ്ട്, താങ്കൾക്കുണ്ട്, എല്ലാവർക്കും ഉണ്ട്. ആരും പൂർണ്ണമായും 100% അപ്രൈറ്റ് ആയിട്ട് വരില്ല. പക്ഷേ നമ്മളെല്ലാം ശ്രമിക്കുന്നത് ട്രൈ ടു ബി ആസ് പെർഫെക്റ്റ് ആസ് വി ക്യാൻ. പക്ഷെ ഇദ്ദേഹം ഇങ്ങനെ പറയും പെർഫെക്റ്റ് ആണെന്ന്. പക്ഷെ ഈസ് ക്രൈങ് ഫൗൾ. അദ്ദേഹം ഈ അഴിമതിയും ഇതുപോലെ ഉള്ള ഒരുപാട് പോക്കൃത്തനം കാണിക്കുകയും എന്നിട്ട് അദ്ദേഹം വിളിച്ചു കൂടുന്നത് അദ്ദേഹം വളരെ ഓണസ്റ്റ് ആണ് എന്നൊക്കെയാണ്. അത് ഒട്ടും ശരിയല്ല. അത് ആക്ച്വലി അതൊരു സൈക്കോപാത്തിന്റെ ഒരു ലക്ഷണമാണത്. അവിടെയാണ് ഒരുപക്ഷെ താങ്കൾ അന്വേഷിക്കുന്ന കേസുകളിൽ ഇടപെടുന്നു, അവിടെ അദ്ദേഹത്തിന്റെ നിലപാട് പറയണമെന്ന് ആവശ്യപ്പെടുന്നു. ഒരുപക്ഷെ അദ്ദേഹം ഇതുവരെ കൈകാര്യം ചെയ്തിട്ടുള്ള വിഷയങ്ങളിലെല്ലാം തന്നെ കേസുകളിലായാലും മറ്റു വിഷയങ്ങളിലായാലും ഒക്കെ തന്നെയും ഒരു സംശയം അവസാനിപ്പിക്കുന്നില്ലേ ആ കാര്യം? ക്ലിയർ ആയില്ല. ഇത്തരം കേസുകളിൽ താങ്കൾ കൈകാര്യം ചെയ്തിട്ടുള്ള കേസുകളിൽ പോലും ഇടപെട്ടിട്ടുണ്ട്, അങ്ങനെ ആക്കണം റിപ്പോർട്ട് എന്ന് പോലും, ആത്മഹത്യ എന്ന രീതിയിലേക്ക് എഴുതിത്തള്ളണം എന്ന രീതിയിൽ പോലും പറയുന്നു. അപ്പൊ സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ ഒരു സ്റ്റൈലാണത്. അദ്ദേഹം പറയുന്നത് അനുസരിച്ച് കീഴുദ്യോഗസ്ഥന്മാർ ചെയ്തോണം. ഈ കീഴുദ്യോഗസ്ഥന്മാർ ചെയ്തതിന് കുഴപ്പമില്ല, അദ്ദേഹം റിട്ട് എടുത്തുന്ന പ്രശ്നമില്ല. പക്ഷെ ഇത് സൈൻ ചെയ്യുന്നത് ആ കട്ടിംഗ് ലെവലിലുള്ള ഓഫീസറാണ് സൈൻ ചെയ്യുന്നത്. SI ആയിരിക്കും. പോലീസിൽ 95% കേസുകൾ അന്വേഷിക്കുന്ന SI ആണ്. സർക്കിൾ ഇൻസ്പെക്ടർ ബാക്കി DYSP ഒക്കെ മിക്കതും സൂപ്പർവൈസറി പോസ്റ്റാണ്. അപ്പൊ ഈ ജൂനിയർ ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തി ഓരോ കാര്യങ്ങൾ ചെയ്യിക്കുന്നതാണ് ഇദ്ദേഹത്തിന്റെ ഒരു സ്റ്റൈൽ.
എന്റെ ഒരു 35 വർഷത്തെ ചരിത്രത്തിൽ ഞാൻ ഒബ്സർവ് ചെയ്യുമ്പം ഇദ്ദേഹം അങ്ങനെ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. എന്റെ സ്വന്തം ബേബി ആയിരുന്നു ആ കേസ്. ആ കേസിൽ എന്താ സംഭവിച്ചെന്ന് എനിക്കറിയാം. പക്ഷെ അദ്ദേഹം അതിനെ അട്ടിമറിച്ചു. എനിക്കിഷ്ടം, എനിക്ക് പണി തന്നു. ഇതേപോലെ എന്റെ പുറത്ത് കേസെടുത്ത് ഞാൻ ഹൈക്കോടതിയും മറ്റുള്ള കോടതിയായിട്ട് ഇങ്ങനെ നടന്നപ്പോൾ എന്റെ ശ്രദ്ധ മാറിപ്പോയി. അപ്പൊ ആ മറ്റേ കേസ് അദ്ദേഹത്തിന് വേണ്ട രീതിയിൽ തന്നെ അട്ടിമറിച്ചു. ഇങ്ങനെ തന്നെയാണ് അദ്ദേഹം എല്ലാം ചെയ്യുന്നത്. അദ്ദേഹം ഭീഷണിപ്പെടുത്തിയാണ് മറ്റുള്ള ഉദ്യോഗസ്ഥരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. അദ്ദേഹം അത് ഒരു ആസ് എ കറക്റ്റ് ഡിസിപ്ലിൻ പോലീസ് ഓഫീസർ, റൈറ്റസ് പോലീസ് ഓഫീസർ, അദ്ദേഹം അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ നിർദ്ദേശം എഴുതി കൊടുക്കണം. യു ഡു ലൈക്ക് ദിസ്, എങ്കിൽ ഞങ്ങൾ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. പക്ഷെ ഫോണിൽ കൂടെയും അല്ലാതെയും വിളിച്ച് ഇപ്പൊ ഉദാഹരണം സിറ്റി പോലീസ് കമ്മീഷണർ എന്റെ അടുത്ത് പറഞ്ഞത്, എനിക്കത് അദ്ദേഹത്തിന്റെ സ്റ്റൈല് നേരത്തെ അറിയാവുന്നതുകൊണ്ടാണ്, എനിക്കിവിടെ ഇരിക്കാൻ നിവർത്തിയില്ല, ഞാൻ എന്ത് ചെയ്യും ഗോപാൽ, വാട്ട് വിൽ ഐ ഡു, ഐ ഹാവ് നോ പീസ് ഓഫ് മൈൻഡ്, യു ഗിവ് മീ സം ഡീറ്റെയിൽസ്, നോ വൺ ഈസ് ഗിവിംഗ് മീ എനി ഇൻഫർമേഷൻ. പിന്നെ എനിക്ക് വേറെ ചില സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ഉണ്ട്. ആ സിറ്റി പോലീസ് കമ്മീഷണർ ഇരിക്കാൻ സമ്മതിക്കുന്നില്ല. അപ്പൊ ഇതെല്ലാം കണ്ട് ഞാൻ മെനഞ്ഞാന്നൊരു പെറ്റീഷൻ ഹോം മിനിസ്റ്റർ കൊടുത്തു. ഇത് ആരെങ്കിലും കൊണ്ട് അന്വേഷിപ്പിക്കണം, അദ്ദേഹത്തിന്റെ മുകളിലുള്ള ആരെങ്കിലും കൊണ്ട് അന്വേഷിപ്പിക്കണം. അങ്ങനെ എനിക്ക് തോന്നുന്നു ഹോം മിനിസ്റ്റർ IGP മനോജ് എബ്രഹാം സാറിന് കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ അന്വേഷണം എന്തായെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ പറയുന്നത് വേറൊന്നുമല്ല, കോടതിയുടെ മുമ്പാകെ JFMC 3 ആ കോടതിയും AC അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോർട്ട് 2 കോടതിയുടെ മുമ്പാകെ പെൻഡിങ്ങിൽ ഇരിക്കുന്ന ഒരു വിഷയത്തിൽ എന്റെ പുറത്ത് എങ്ങനെ FIR എടുക്കാൻ പറ്റും? ഇറ്റ് ഈസ് സബ് ജുഡീസ്. അപ്പൊ അദ്ദേഹത്തിന് FIR എടുത്തിട്ട് എന്നെ ഇമ്മീഡിയറ്റ് അറസ്റ്റ് ചെയ്തിട്ട് എന്നെ പ്രോസിക്യൂട്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഈ വരുന്ന ഉദ്യോഗസ്ഥരുമായിട്ട് ഞാൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ പിന്നെ അനദർ കേസും കൂടെ എന്റെ പുറത്ത് രജിസ്റ്റർ ചെയ്യാമല്ലോ, പോലീസിന്റെ ജോലി തടസ്സപ്പെടുത്തി എന്നുള്ളത്. ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഒരു ഇന്റൻഷൻ. ഇത് അദ്ദേഹം 99 എക്സിക്യൂട്ട് ചെയ്തതാണ്. ബട്ട് ഐ എസ്കേപ്പ് ബൈ എ വിസ്കർ ബൈ അപ്രോച്ചിങ് ഓണറബിൾ ഹൈക്കോർട്ട്. ഇപ്പം അദ്ദേഹം ആര് പറഞ്ഞാലും കേൾക്കാത്തൊരു സ്ഥിതിവിശേഷമാണ്. ഇവിടെ ശ്രീ ഗോപാലകൃഷ്ണൻ, താങ്കൾ പറഞ്ഞതുപോലെയാണെങ്കിൽ തന്റെ താല്പര്യങ്ങൾ നടത്താൻ എന്തും ചെയ്യുന്ന ആളാണ് സെൻകുമാർ. ഇവിടെ പോലീസ് സംസ്ഥാന പോലീസ് ചീഫിനെ തന്നെയാണ് പ്രോസിക്യൂട്ട് ചെയ്യണം എന്ന ആവശ്യം, അദ്ദേഹത്തിനെതിരെയാണ് താങ്കൾ ലെറ്റർ എഴുതിയിരിക്കുന്നത്. എനിക്കെതിരായിട്ട് മറ്റേ പോലീസ് അസോസിയേഷൻ നേതാവ് GR അജിത്തിനെ എന്റെ ചേംബറില് ഒരു ഗുണ്ടയെ പോലെ, കൊട്ടേഷൻ ഗുണ്ടയെ പോലെ അയച്ച് ഞാനുമായിട്ട് എന്നെ അവിടെ കയറി തെറി വിളിക്കുകയും എന്നെ അടിക്കാൻ വരികയും ചെയ്തു. ഞാൻ സംയമനം പാലിച്ചുകൊണ്ട് മാത്രമാണ്. ഞാൻ അയാളുടെ ദേഹത്ത് തൊട്ടിരുന്നെങ്കിൽ എന്റെ പുറത്ത് 307 FIR എടുക്കുമായിരുന്നു. അതായിരുന്നു പ്ലാനിങ്. ഞാൻ സംയമനം പാലിച്ചുകൊണ്ട് അന്നൊന്നും ഉണ്ടായില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ കൊട്ടേഷൻ എടുത്തിട്ട് അന്ന് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് ഇയാളെ വിളിച്ചു വരുത്തി ഇയാൾക്ക് കൊട്ടേഷൻ കൊടുത്തിങ്ങനെ ഇവിടെയാണ് ചെയ്തത്. അപ്പൊ ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിന്റെയും അജിത്തിന്റെയും ടെലിഫോൺ ടവർ ലൊക്കേഷൻ ചെക്ക് ചെയ്യണം. ഇയാൾ അവിടെ നിന്നാണ് വന്നത്. പിന്നെ ഇത് കോൺസ്പിറസി ഉണ്ട്. ഈ DGP സെൻകുമാറിനെ കോൺസ്പിറസി 120B പ്രതി ചേർക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ചീഫ് സെക്രട്ടറിക്കും എല്ലാവർക്കും ഞാൻ പരാതി കൊടുത്തു. ADGP ക്രൈംസിന് ഞാൻ പരാതി കൊടുത്തു. പക്ഷെ ഇദ്ദേഹം DGP ആയിട്ടിരിക്കുമ്പം ആർക്കും ന്യായം ചെയ്യാൻ നിവൃത്തിയില്ല. ഇദ്ദേഹം എല്ലാവരും പേടിപ്പിച്ചു വെച്ചിരിക്കുക. വളരെ നന്ദി ശ്രീ V ഗോപാലകൃഷ്ണൻ, ഈ അവസരത്തിൽ നമ്മോട് സംസാരിച്ചതിന്. വലിയ പരാതികൾ പോലീസ് ചീഫിനെതിരെ, DGP സെൻകുമാറിനെതിരെ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് DGPയെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്ന ആവശ്യവുമായി IPS ഉദ്യോഗസ്ഥൻ V ഗോപാലകൃഷ്ണൻ രംഗത്തെത്തിയിരിക്കുന്നത്. കൃത്യമായി തന്നെ കഴിഞ്ഞ 18 വർഷമായി തന്നെ പിന്തുടർന്ന് വ്യക്തിപരമായ അടക്കം ആക്രമിക്കുകയാണ് എന്ന പരാതി ആണ് ആഭ്യന്തരമന്ത്രിക്ക് നൽകിയിരിക്കുന്നത്.